ഹലോ ചാങ്കളെ, ഞാനിവിടെ സ്വന്തം ആൾക്കാർ റഹിമക്ക് വെച്ചു പൂവുണ്ടാ വിക്കി 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 കണ്ട നല്ല വെയില് കാണാനായിട്ട്. ഇത് നമ്മുടെ ഫോണിലുള്ള എഫക്റ്റ് ആണല്ലേ. കുറെ പേര് ഈ ഒരു പൂവിന്റെ എഫക്റ്റ് വെച്ചിട്ട് വീഡിയോ ചെയ്യണ കാണാറുണ്ട്. എന്റെ മക്കളും ചെയ്യാറുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പൊ ഈ പൂവ് നമുക്ക് നേരിട്ടൊന്ന് കണ്ടാലോ? കണ്ടേ, കാണിച്ചേ കണ്ടേ കറക്റ്റ് അല്ലേ? ഇതുപോലില്ലേ? ഇനി ഈ പൂവ് ഉണ്ടാവുന്ന മരം ഞാൻ കാണിച്ചുതരാം കേട്ടോ. സത്യമായിട്ടും ഭയങ്കരമാണ് ഈ പൂവിന്. എന്തൊരു മണമെന്നറിയാമോ? കാണാനും എന്ത് ഭംഗിയാണെന്നറിയാമോ? അപ്പൊ ഈ പൂവ് ഉണ്ടാവുന്ന മരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മള് ചിക്കൻ വാങ്ങിക്കാൻ പോകുന്ന ഒരു വീടുണ്ട് നമ്മുടെ ഇവിടെ മെക്സ് കോളേജിന്റെ അടുത്താണ് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് ചിക്കൻ വാങ്ങിക്കാൻ പോവാറ്. അപ്പൊ അവിടുത്തെ മരത്തുമ്പോ നിറച്ചും ഈ പൂവാണ് ഉണ്ടായിക്കണേ. അപ്പൊ മക്കള് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നാണ് ഈ പൂവ് ഇട്ടാ. അപ്പൊ പിള്ളേര് വന്നപ്പോ തന്നെ ഈ പൂവ് വെച്ചോണ്ട് ഭയങ്കര ഫോട്ടോ എടുക്കലൊക്കെ കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് എഫക്റ്റ് നമ്മൾ ഫോണിലുള്ളതല്ലേ. അപ്പൊ അവര് റമിച്ച് എഫക്റ്റ് ഇട്ട് ചെയ്യണതല്ല, അല്ലാണ്ട് ഒറിജിനൽ ആയിട്ട് ചെയ്യുമ്പോ അത് വേറെ ഭംഗിയല്ലേ. അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾ ഇത് കാണിച്ചെന്ന്. അപ്പൊ നമുക്ക് ഈ പൂവിന്റെ മരം ഒന്ന് കാണാല്ലേ ബായു. സത്യം എന്തുമാണ് ഒരു പ്രത്യേക ഒരു മണം. ഈ പൂവിന്റെ പേരെന്തിട്ടാ? ഈ പൂവിന്റെ പേരെന്തടി? ചെമ്പകം. ചെമ്പകം അടിച്ചു കൊടുക്കുമ്പോ നമ്മൾക്ക് ഈ പൂവാണ് കിട്ടുന്നത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ചെമ്പകം. ഓക്കെ, ശരിക്കും ഒറിജിനൽ ചെമ്പകം. ചെമ്പകം ശരിക്കും വേറെയാണ്, പക്ഷെ ഇതിനെ ചെമ്പകം തന്നെയാണ് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പൂവ് ഇതെന്താ പറയാ? പൂവിനെ എന്താ പറയാ പപ്പി? അയ്യോ, അരളിച്ചെടിയോ അങ്ങനെ എന്തൊക്കെയാ പറയാൻ തോന്നുന്നത്. നമുക്ക് എന്തായാലും ഈ പൂവിന്റെ മരം ഒന്ന് കാണാല്ലേ വായു. നമ്മള് നമ്മുടെ ആ ഒരു പൂവിന്റെ മരച്ചുവട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അത് പാലമരം എന്നാ പറയാ. അതൊരു പാലമരത്തിൽ പെട്ടൊരു വെറൈറ്റി പൂവാണ്. ചെമ്പകം എന്ന് മെയിനെ പറയും. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പറയാ. അപ്പൊ ഞാൻ മരം നിങ്ങളെ കാണിച്ചു തരാം കേട്ടാ. കണ്ട ചങ്കളെ? അപ്പൊ ഇതാണ് നമ്മുടെ ആ പൂവ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല രസമല്ലേ കാണാൻ. ഇതുമ്പോ നിറച്ചുണ്ടായിട്ട് ഇപ്പൊ ഒക്കെ കൊഴിഞ്ഞു പോയി. കണ്ട, ഇതാണ് ആ മരം. ഇതിന്റെ ചോട്ടിൽ നിൽക്കുമ്പോ തന്നെ ഉണ്ടല്ലോ എന്തുമാണെന്നറിയാമോ? താഴെ കുറേ പൂക്കൾ വീണെടുക്കണ്ടേ കിച്ചു? അപ്പോൾ ഇവിടുത്തെ എനിക്ക് താഴെ കുറേ പൂക്കൾ വീണെടുക്കണ്ട്. എന്തോരം പൂക്കളല്ലേ. മതി മതി നിൽക്കണേ കണ്ട അങ്ങനെ കണ്ട. എനിക്ക് എന്ത് രസം, നല്ല ഭംഗിയല്ലേ കിച്ചു? നല്ല മണമല്ലേ കിച്ചു പൂവിന്? നല്ല അങ്ങനെ അധികം മണക്കണ്ടല്ലോ. ഇതങ്ങനൊക്കെ പണ്ട് അരളിച്ചെടി പൂ തിന്നിട്ടൊരു പെങ്കുച്ച് മരിച്ചത് ഓർമ്മയില്ലേ? ഇതിനെ നമ്മൾ ചെമ്പകം എന്ന് പറയും. പിന്നെ ഇത് പാലമരത്തിൽ പെട്ടതാണ് ഈ സംഭവം. അപ്പൊ നിൽക്കി ഇത് നിറച്ചും. അപ്പം ഇതാണ് നമ്മുടെ പൂവ്. നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്നത് ചേച്ചിൻ്റെ അടുത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ വാങ്ങിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചിക്കൻ വാങ്ങിക്കാറ്. അപ്പോൾ ഞാനിങ്ങനെ ഇത് കണ്ടപ്പോൾ ഇത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഇതിൻ്റെ ഇങ്ങനെ സൈഡിൽ പൂ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കാണാമല്ലോ. അപ്പോൾ എവിടെയാ അവിടെയുണ്ട്. മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ സംഭവം കണ്ടപ്പോൾ ഒരു ആഗ്രഹം നിങ്ങളിത് കാണിച്ചു തരാനായിട്ട്. സെയിം അതേ പൂവാണ് കേട്ടോ, നമ്മൾ ഫോണിൽ കാണാൻ അതേ പൂവാണിത്. അപ്പോൾ നല്ല മണം. ഇതൊക്കെ ഓഹോ എൻ്റെ അമ്മച്ചി സൂപ്പർ മണം കേട്ടോ. അപ്പോൾ ഈ മരം നല്ല എന്താ പറയുക, ഇതിൻ്റെ ഒരു കമ്പ് കെട്ടി കൊണ്ട് വെക്കണം. ഇവിടെ നിന്ന് ചോദിച്ചിട്ടൊരു കമ്പ് ചോദിച്ച് വാങ്ങിക്കണം ചേച്ചിയിൽ നിന്ന്. എന്നിട്ട് കൊണ്ട് നമ്മുടെ പറമ്പിൽ വെക്കണം. കാരണം ഇതുമ്പോൾ നിറച്ചും പൂവുണ്ടാവും, സൂപ്പറായിട്ട് പൂവുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടൻ. കണ്ട ചേട്ടൻ്റെയാണ് ഈ ചിക്കൻ സെൻറ്റർ. അപ്പോൾ ആൾക്ക് ഓർമ്മയില്ല ഇത് എവിടെ നിന്നാണ് ഇത് വാങ്ങി വെച്ചതെന്നുള്ളൊരു ഓർമ്മയില്ല ആൾക്ക് കേട്ടോ. ഇതാണ് നമ്മുടെ ചെടി. ഇത് പൈസ കൊടുത്തങ്ങ് വാങ്ങിച്ചതാണ്, വല്ല പൂക്കടയിൽ നിന്ന് അല്ലെങ്കിൽ കൊമ്പുണ്ടിച്ചത്. നല്ല മണമുണ്ടേന്. ഉണ്ട്. ഞാനത് പിള്ളേർ വീട്ടിലേക്ക് പറക്കി കൊണ്ടുവന്നപ്പോഴേ ഇങ്ങനെ വെച്ചതാണ്. മണത്ത് വയ്ക്കിയപ്പോൾ നല്ല മണം. അപ്പോൾ ഇതേ സെയിം പൂവേ ഫോണിൽ ഒരു എഫക്റ്റ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഈ എഫക്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലുണ്ടല്ലോ ഇങ്ങനത്തെ പൂവുന്നത്. അപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ വന്നത് ഞാൻ. ചേച്ചി എന്തിയെ? അപ്പോൾ എനിക്കിതിൻ്റെ ഒരു കൊമ്പ് വരണേ. ഞാനൊന്ന് കൊണ്ട് വെക്കട്ടെ പറമ്പിൽ. കുറേ നാൾ പിടിക്കല്ലോ ഇതിങ്ങനെ മുളച്ചിത്ര വലിയ മരാവാനായിട്ട്. അതെ ആണോ? അതാ മുളച്ചതൊക്കെ പോയി വന്നിട്ട് അതൊക്കെ പോയല്ലേ? അന്ന് എനിക്കൊരു കൊമ്പ് തന്ന ചേച്ചിൻ്റെ നമ്മുടെ താരം വനുണ്ട്. ഞാൻ നിങ്ങളുടെ ഈ ചെമ്പകത്തിന്റെ വീഡിയോ എടുക്കാൻ വന്നതാ. പാലാന്നും പറയും ഇതിനെ. യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ചെമ്പകം എന്നാ പറഞ്ഞേ. ഇതുണ്ട് നമ്മുടെ ചേച്ചി. ഞാനപ്പോൾ ഇതിന്റെ വീഡിയോ എടുത്ത് എനിക്കൊരു കമ്പ് തന്നേ. ഒമ്പറ്റോ കുറേ ഉണ്ടാക്കണേ പറഞ്ഞത്. ഇതിന് നല്ല മണുണ്ട് ചേച്ചി ഇതിന്. അപ്പം എനിക്കതിൻ്റെ കൊമ്പോരം തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് കൊണ്ട് പറമ്പിൽ വെക്കട്ടെ. ഇത് പെട്ടെന്ന് പിടിച്ചോളൂ അല്ലേ? അപ്പോൾ ഇത് അരിവാളൊക്കെ ആയിട്ട് നമ്മുടെ ചേച്ചി അരിവാളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്തേ
ഇതുകൊണ്ടാ പാൽ അഞ്ചു വില ഇതാണോ യക്ഷിപ്പാൽ എങ്ങനെയാണോ യക്ഷി വരുമോ യക്ഷി പൂവിന്റെ മണം കേട്ട് പല പൂ അയ്യോ അതെന്ത് പൊട്ടിപ്പോയാ ലൈറ്റ് ആ ചെറുതോ വലുതോ വെട്ടിക്കോ അത് ഇത് വെട്ട നല്ല ഭംഗിയിലേച്ച പൂവാണായിട്ടുണ്ടാ ഇതിന്റെ ഒരു എഫക്റ്റ് ഫോണിലുണ്ട് ചേച്ചി സെയിം സാധനം അപ്പൊ ഞാനിത് കണ്ടപ്പോഴേ നല്ല മണം പിള്ളേര് ഇപ്പൊ ഇവിടുന്ന് നേരത്തെ രാവിലെ അതൊന്ന് കഷ്ണിച്ചേ കേട്ടത് ആ പീസ് പീസാക്കിക്കോ അപ്പൊ ഇതിന്റെ കൊമ്പ് വേണ്ടവര് വന്നോട്ടാ അത് രണ്ടാക്കാൻ തോന്നണല്ലേ അത് തള്ളി വലുത് നിൽക്കുന്നത് ആ ഓക്കെ ഓക്കെ നിറച്ചേക്കട്ടെ പറമ്പിൽ കൊണ്ടുവയ്ക്കാമല്ലോ നമ്മുടെ പറമ്പിൽ കൊണ്ടുവയ്ക്കാം ആ റോഡ് സൈഡിലേ നല്ല മണമുണ്ട് നമ്മൾ അടിക്കുമ്പോൾ ഇതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചെമ്പകം എന്നാ വരുന്നത് അതിൻ്റെ പാലപ്പൂ വേറെ പക്ഷെ ചെമ്പകം എന്നാ വരുന്നത് അപ്പൊ ഓക്കെ ചങ്കള അപ്പൊ എനിക്ക് ചെടിയുടെ കമ്പ് കിട്ടിയിട്ടുണ്ട് വേണ്ടവർ ഇപ്പൊ തന്നെ വന്നോട്ടെ ഞാൻ തരാം കമ്പ് തരാം അപ്പൊ ഞാൻ കൊണ്ട് പറമ്പിൽ നടത്തി അപ്പൊ നല്ല മണം കേട്ടോ സത്യമായിട്ടും നല്ല മണം ഒരു പ്രത്യേക ഇതിന് ചോട്ടി നിൽക്കുമ്പോ തന്നെ ആ സ്മെല്ല് വരുന്നുണ്ട് ഇല്ലേ ഇതിന് നല്ല മണല്ലേ ഇതല്ല ചെമ്പകം തർക്കിക്കരുത് ചെമ്പകം വേറെ മഞ്ഞയും വെള്ളയും ഗൂഗിളിലാക്കി ഇതിനെ പൂ വീണക്ക് ഇപ്പൊ തന്നെ വീണതാ അതെ ചെമ്പകം എന്ന് പറഞ്ഞിട്ട് കാസർഗോട്ടുകാരൻ കിച്ചു ഇതിനെ നമ്മളിതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ചെമ്പകം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒറിജിനൽ ചെമ്പകം എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞച്ചെമ്പകം വെള്ളച്ചെമ്പകം അതാണ് യഥാർത്ഥ ചെമ്പകം പക്ഷെ ഇത് ശരിക്കും പാല ഗണത്തിൽപ്പെട്ട സംഭവമാണ് ഈ സാധനം അല്ലല്ല ചെമ്പകപ്പൂ വേറെ ചെമ്പകപ്പൂ വേറെ ഓ ചെമ്പകപ്പൂ എന്ന് പറഞ്ഞാൽ അത് പൂത്ത കഴിഞ്ഞാൽ അതിന്റെ മണം വേറെ ലെവലാണല്ലേ മഞ്ഞയുണ്ട് വെള്ളയുണ്ട് അതാണ് യഥാർത്ഥ ചെമ്പകം പക്ഷെ ഇതിന് ചെമ്പകല്ലേ ആ അത് എണ്ണയ്ക്ക് മണുണ്ടാവാനായിട്ട് ആ മുടിമ തേക്കാനായിട്ട് അപ്പൊ ഇവിടെ തർക്കം പറയാണ് ചങ്കള അപ്പൊ നമ്മുടെ യഥാർത്ഥ ചെമ്പകം ഏതാണെന്ന് പറഞ്ഞു കൊടുത്തേക്ക് ഇട്ട കമന്റിൽ വന്നിട്ട് ഇത് ശരിക്കും പാല ഗണത്തിൽ പെട്ടത് അപ്പൊ ഞാൻ പൂവേണ് അധികം നേരം സംസാരിച്ചു ഞാൻ ഈ മുതലോട്ട് തല്ലി ഞാൻ കൊല്ലി ഞാൻ കേട്ടാ അപ്പൊ ഓക്കെ ടാറ്റ ബൈ ബൈ. ഇതാണ് നമ്മുടെ ചേച്ചി നമ്മുടെ ചേട്ടൻ അപ്പോൾ നമുക്കിത് കുറേ പാലമരത്തിൻ്റെ കമ്പ് കിട്ടിയിട്ടുണ്ട് ഞാനിത് കൊണ്ട് വലിയ വൃക്ഷമാക്കി നിറച്ച് പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അന്ന് ഞാൻ വീഡിയോ ചെയ്യട്ടെ കുറേ പൂവൊക്കെ ഉണ്ടാക്കി അപ്പോൾ ടാറ്റ ബൈ ബൈ. നിങ്ങൾ സ്വന്തം ആൾക്കാർ റഹിമൊക്കെ വെച്ചു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വട്ടം കാണാൻ ചങ്കളെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അല്ലേ ചേച്ചി ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നമ്മളാരും സപ്പോർട്ട് ചെയ്യുന്നില്ല സത്യമായിട്ടും കണ്ട വിശ്വസിക്കുന്നില്ല. ഒന്ന് പറഞ്ഞേച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനല്. ഇല്ല ചേച്ചി നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുക. ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല, ആരും കാണുന്നില്ല വീഡിയോ. ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. കുഞ്ഞുമോൻ അല്ലെ കുഞ്ഞുമോൻ്റെ എല്ലാം ഉണ്ട്, പിന്നെ ഇച്ചാനി ചൈത്രയൊക്കെ അല്ലേ, അത് നമ്മുടെ ഫ്രണ്ട്സുകളാണ്. പക്ഷെ എന്നാലും നമ്മളാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഭയങ്കര സങ്കടം ഉണ്ട് അതിൻ്റെ പേരിൽ. അപ്പം എന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടാ, കാരണം നിങ്ങളാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ചങ്കളല്ലേ. അപ്പം ടാറ്റ ബൈ ബൈ. ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഓക്കെ.